ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും എത്തി എന്തായാലും കർച്ചലൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ അടിച്ചു വെച്ച കാർ എന്താന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ തൽക്കാലത്തെ കാർ കളക്ഷൻ കണ്ടുവരാം. ഇതാണ് നമ്മുടെ 3 കാറ്. നമുക്ക് എന്തൊരു കാറൊക്കെ ഉണ്ട് നമ്മുടെ പണ്ടത്തെ വീഡിയോ പോയി നോക്കിയാൽ മതി. എന്തായാലും നമുക്ക് നേരെ റിയൽ പിക്ചറടുത്തേക്ക് വരെ നമ്മൾ എവിടെ പോകണതൊക്കെ പോയി പണ്ടര. എന്ത് പറയാനാണ് ഗൈസ്, നിങ്ങളെൻ്റെ വീഡിയോ എന്താണ് കാണാത്തത്? നമ്മളങ്ങനെ റിയൽ ഷിൻചാൻ പിൻചാൻ ഞാൻ സ്ഥലം വരെ പോയിട്ട് വരാം. നമ്മളങ്ങനെ റിയൽ ഷിൻചാൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് നമ്മുടെ കാറിൻ്റെ ലൊക്കേഷൻ ചോദിച്ചിട്ട് വരാം. ഈ വട്ടം എവിടെയാണോ എന്തൊക്കെ കളക്ട് ചെയ്യണോ, അതോ പ്രേതവാദമുള്ള കാറാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോയിട്ട് വരാം. നിങ്ങളൊന്നും എൻ്റെ വീഡിയോ കാണാറില്ല, എന്തുകൊണ്ട് ഗൈസ്? നിങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഗൈസ് കാണാത്തത്? എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. ഷിൻചാനും പിൻചാനും റിയക്കും ഭയങ്കര സങ്കടമായി കേട്ടോ. അത് കാരണം ഈ വീഡിയോ എങ്കിലും നിങ്ങൾ കാണണം, പിന്നെ ഒരു ലൈക്കും അങ്ങോട്ട് അടിച്ചേരും. അപ്പോൾ നമ്മുടെ ഡൊമിങ്കോസിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ ഡിഫൻഡർ എയർലൈൻസ് വരെ പോയി. അയ്യോ, ഇതെങ്ങോട്ടാണ് ഡിഫൻഡർ പോയത്? അത് ശരി, ഇനി അതൊക്കെ മഷിയിട്ട് നോക്കിയാലും കിട്ടൂല. എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോകാൻ നട്ടെന്ന്. ബൈ വാക്കിംഗ് വി ആർ ഗോയിങ് ടു ഡൊമിങ്കോസ്. നടന്നാണ് നമ്മൾ പോകുന്നത് ഗൈസ്. ഈ വൃത്തികെട്ട സ്റ്റെപ്പ് കയറാൻ ഭയങ്കര പണിയാണ്, കണ്ടല്ല? എന്ത് പണിയാണെന്ന് പറയാം. ഈ മണ്ടനെ ഈ സ്റ്റെപ്പൊക്കെ പണിതൊക്കെ അങ്ങനെ പോകും. നമ്മുടെ കോളേജ് വെച്ച് പോലീസൊക്കെ പിടിച്ച വണ്ടിയാണ്. അത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ മേളിലാണ് അവർ പിടിച്ചു വെച്ചേക്കാം. അപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ്റെ പുറകിൽ ഒരു ചെക്ക് പാക്ക് ഉണ്ട്, അത് വെച്ച് പോയെടുക്കാം. എന്തായാലും ഓൾഡ് മെസ്സേജ് നമുക്കങ്ങനെ ഇവിടെ കാറിൻ്റെ ലൊക്കേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ പോയ കാർ അടിച്ചു വെച്ചിട്ടാണ്. എന്ത് പറയാനാണ് ഗൈസ്, കാറൊക്കെ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ മണ്ടക്കായി ഇറക്കണം. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മുടെ കാറില്ല ഗൈസ്. കാറില്ലാത്തതുകൊണ്ട് നമ്മളൊരു കാറ് എവിടെന്നെങ്കിലും പൊക്കാൻ പോവാണ്. ഈ കാറ് അവിടെ വരെ ഓടാൻ പണിയാണ് ഗൈസ്. അത് കാരണം നമ്മൾ വേറെ കാർ എടുക്കും. ആ വരുന്നൊരു മരം മണ്ടലായി കാർ എടുക്കാം. കടക്കട പുറത്ത് ഇതിനെ കടപ്പിക്കും. അയാളെ അടിച്ച് പുറത്താക്കിയത് എന്നെ കണ്ട് പഠിച്ചു. ഇങ്ങനെയൊക്കെ ആൾക്കാരെ അടിച്ച് പുറത്താക്കണ്ടത് കണ്ട് പഠിക്കാൻ ഞാനൊരു മാതൃകയാണ്. എന്തായാലും നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തേക്ക് പോവാം. ഇപ്പോൾ പമ്പരം കറങ്ങുന്ന വണ്ടി കടങ്ങാണ്. അതാണ് നമ്മുടെ ഡ്രൈവിംഗ് സ്കിൽസ്. ഈ പോലീസ് സ്റ്റേഷനിൽ പോയി വണ്ടി അടിച്ച് നോക്കിയാൽ പോലീസ് വരുമോ ഇന്ന് നമുക്ക് ആ യാഥാർത്ഥ്യം തിരിച്ചറിയാം. ഈ വട്ടം എനിക്ക് ഈ കോൺസ്റ്റേഷൻ തോക്ക് വെച്ച് ഇടിച്ചു കൊടുക്കാൻ ഇഷ്ടമല്ല. അത് കാരണം കാർ വെച്ച് കൊന്നുകളയാം, എൻ്റെ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് അതിഥികളോ? അവരെ അങ്ങോട്ട് വെടിവെച്ച് കൊല്ലാം. നമ്മൾ അടിച്ചു മാറ്റുന്ന ആരും അറിയാൻ പാടില്ല. ഓ വണ്ടർഫുൾ, ഇവനൊക്കെ എന്താ ചാവാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഭയങ്കര ആക്ഷനൊക്കെയാണ് കേട്ടോ ഗൈസ്. ഇവിടെ ആരും ഇല്ലല്ലോ. അപ്പോൾ എല്ലാത്തിനും അടിച്ചു കൊന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അവർ തന്നു 3 സ്റ്റാർ റേറ്റിംഗ്. നീ ഇവനെ കൂടെ അങ്ങോട്ട് എത്തിക്കാം. എന്നാൽ ഭയങ്കര പേടിയാണ് മരിക്കാൻ. മരണം എപ്പോഴായാലും വരും. അപ്പം ഇപ്പം അങ്ങോട്ട് മരിച്ചാൽ പിന്നെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വേഗം ജെറ്റ് പാക്ക്. സോ ഗൈസ്, നമുക്കിതുകൊണ്ട് പറന്ന് നേരെ മേലെ പോയി നമ്മൾ കാർ എടുത്തിട്ട് വരാം. എന്താ ഈ ജെറ്റ് പാക്ക് കൊണ്ട് താഴത്തേക്ക് പോകാൻ പറ്റില്ല ഗൈസ്. അത് കാരണം നമ്മൾ നേരെ ചാടി ഐശ്വര്യമായിട്ട് കാറിൻ്റെ മേലെ വന്ന് വീണിട്ടുണ്ട്. കാറിൻ്റെ മേലെ ഐശ്വര്യം കൊണ്ട് വന്ന് വീണ കാരണം കാറിൻ്റെ ഉള്ളിൽ കയറാനും പറ്റില്ല. ഭയങ്കര ഐശ്വര്യം. എന്ത് പറയാനാണ്? രാവിലെ തന്നെ ഡൊമിങ്കോസിനെ കണ്ടതല്ലേ, ഒന്ന് കുറച്ച് അപ്പുറത്തേക്ക് വന്നിട്ട് കയറിയേക്കാം. സോ ഗൈസ്, ഈ ഖത്തറിലെ കാറ് ഞാൻ മനസ്സിലായ പോലീസുകാരൻ കാറ് വെച്ച് പറത്തി കയറ്റിയ എനിക്കൊരു ബുദ്ധി. എന്തായാലും നമുക്ക് നേരെ ഇവിടെ നിന്ന് പോകാൻ കേട്ടോ. ചാടി ഒന്നും സീനില്ല. നമ്മുടെ താറിൻ്റെ സസ്പെൻഷൻ ാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാണ്. ഇത് മഹീന്ദ്രയുടെ താറാണ്. ഇത് ഇപ്പോഴാണ് പറഞ്ഞത്. ഈ പോലീസ് പുറകെ വന്നിട്ടുണ്ട് കേട്ടാ. കുഴപ്പമില്ല, നമുക്കങ്ങോട്ട് മാറി നിൽക്കാം. ആരായാലും വരട്ടെ, നമ്മൾ വടാ എന്ന് പറഞ്ഞ് സ്വീകരിക്കുവാന്മാരൊക്കെ. സൈക്കോ മോഡ് കയറാൻ സമയമായി ഗൈസ്. അതോ വേണ്ടെന്ന് ഞാൻ വിചാരിച്ചാണ്. പക്ഷെ അമ്മമാർ ചോദിച്ച് മേടിക്കും മിക്കവാറും.
ഇനി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാറെങ്ങാനും അങ്ങോട്ട് മാറ്റിയെത്താലേ മിസ്സൈൽ ലോഞ്ച് എടുക്കുമ്പോൾ പണി വന്നെ കണ്ടാൽ നമുക്കറിയില്ല. ഇനി ഇതങ്ങോട്ട് മാറ്റിയാണ് ചെയ്യാം. പണി വന്നിട്ടാ നിനക്കൊക്കെ അടി 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 അടിച്ചെല്ലാത്തിനെ പൊളിക്കുന്നു. ദേഷ്യം വന്നത് എന്ത് കഴിവാണ് ഈ അടിയിട്ട പോലീസുകാരന്മാരൊക്കെ. ഇതുപോലെ ആയി കാണും. ഇമാജിനേഷൻ എന്തായാലും നൈസായിരുന്നു. ഇനി പോലീസുകാരൊക്കെ വരട്ടെ. എന്താ ഈ മാനില്ല എന്ത് പറയാൻ, എന്നെക്കുറിച്ച് തന്നെ എനിക്ക് പൊക്കച്ച പറയാൻ തോന്നുന്നു. ഒന്നും തോന്നുന്നുണ്ട്, ഞാൻ പൊക്കണമെന്നല്ല. ഇത്ര പോലീസിനൊക്കെ കൊണ്ട് അവന്മാർ ഒട്ടും പഠിച്ചിട്ടില്ല. പണി കൊടുക്കണുണ്ട് എല്ലാത്തിനും. ഇനി കുറച്ച് വിനോദങ്ങളാവും. ദിസ് ഈസ് ഫ്രാങ്ക്ലിസ് വിനോദങ്ങൾ. ഇപ്പം കണ്ടിട്ട് എന്താ ഞാൻ ചെയ്യണത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആൾക്കാരൊക്കെ അടിച്ചിടും. ഇതൊക്കെ ലൂണാർ എക്ലിപ്സ് പോലെ ആണ്ടിലൊരിക്കലും മാത്രം കാണുന്ന പരിപാടിയാണ് കേട്ടോ. എന്നെ എപ്പോഴും ഇങ്ങനെ ഒന്നുമില്ല, ഞാൻ പാവാണ്. യുവന്മാരൊക്കെ കൂടി എന്നെ പ്രാന്തനാക്കണാണ്. എന്ത് പറയാനാണ് ഈ യുവന്മാരെയൊക്കെ അങ്ങോട്ട് ഇടാം. അയ്യോ നമ്മളെ താറുകൂട്ടൻ അതിനൊന്നും ചെയ്യരുത്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഞാനീ തല്ലുകൂടി നടക്കണ ആരും അറിയാങ്ങാനാന്ന് എന്നെ എടുത്തിട്ട് എറിയോ. എന്തായാലും ആരും പറയൂല. ഞാൻ ഡൊമിങ്കോസ് എങ്ങാനും പറയോ, നമുക്ക് ഡൊമിങ്കോസ് തട്ടിയാലേ. അയ്യോ വേണ്ട അങ്ങനത്തെ അത്ര അങ്ങോട്ടൊന്നും ഞാൻ പോകണ്ട. ഇനി കാറങ്ങോട്ട് പാർക്ക് ചെയ്ത് നമ്മുടെ റിയാൻ ചിച്ചാൻ പിഞ്ചാനും വിളിച്ചോണ്ടത്. റിയാൻ്റെ ദുഷ്ടമനസ്സിൽ എന്തൊക്കെ ചിന്തകളാണ് വന്നെ. ഇതൊക്കെ അശുദ്ധമാണ് എന്ന് പറയാൻ ആരും ഇല്ലേ ഇവിടെ. എന്തായാലും നമുക്കിത് പാർക്ക് ചെയ്ത് അവരെ വിളിച്ചിട്ട് ഇത് പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ 2 മണിക്കൂറാവും. തൽക്കാലം ഇവിടെ എങ്ങനെ ഇട്ടേക്കാല്ലേ. ഇനിയും പോയി റിയെ ചിഞ്ചാനും പിഞ്ചാനും വിളിച്ചിട്ട് വരണം. ഈ സ്റ്റെപ്പ് കയറാൻ തന്നെ പണിയാ. റിയ സിഞ്ചാൻ പിഞ്ചാൻ റിയ സിഞ്ചാൻ പിഞ്ച പെട്ടെന്ന് താഴത്തേക്ക് പോയോ. നമുക്കിനി നേരെ താഴത്ത് പോയി അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. വേറെ ഒന്നും ചെയ്യാനല്ലോ, എപ്പോഴും അതന്നെ പറയണം. എൻ്റെ കാറിന് എവിടെ എങ്ങാണ്ട് പൊട്ടിയിട്ടെന്ന് തോന്നണം. പൊട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. അത് തിരിച്ച് ഇപ്പുറത്തേക്ക് പാർക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പം അവർ തന്നെ കത്തിക്കാം. റിയ സിഞ്ചാൻ പിഞ്ചാൻ എങ്ങനെയുണ്ട് നമ്മളെ പുതിയ താറ്. എന്റെ ഫ്രണ്ടിലെ താറ് കഴിഞ്ഞിട്ട് 5-6 വർഷം എന്നിട്ട് ഇപ്പഴാണ് അടിച്ചു മാറ്റത്. എനിക്ക് അടിച്ചു മാറ്റാൻ മുമ്പ് ഞാൻ അടിച്ചു വെച്ചു കേട്ടോ. വെറുതെ വെച്ച് കാറ് കിട്ടില്ലായിട്ടുണ്ട്. താങ്ക് യു. ശ്രീയൊക്കെ ചിന്താൻ പറ്റാ നമ്മുടെ കാറിന്. നിങ്ങൾക്ക് ലൈക്കോ. എൻ്റെ വീഡിയോസ് സങ്കടമൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസ് പോയി കാണാം. പിന്നെ ഇതുപോലത്തൊക്കെയുള്ള വീഡിയോസ്. അപ്പോൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് വെച്ചൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ട് അപ്പോൾ ചാച്ച കൂടി.